ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവ്യ ഡേവിഡിനെ കണ്ടതിന് ശേഷം നവ്യയുടെ ഒരു കൂട്ടുകാരത്തിയെ കാണാനായിട്ട് പോവുകയാണ്. പക്ഷേ അവർ രണ്ടുപേരും കൂടി എന്തൊക്കെയോ രഹസ്യങ്ങളോടെ പറയുക. അപ്പോഴും നവ്യയുടെ മുഖത്ത് വല്ലാത്തൊരു ഭയവും വല്ലാത്തൊരു പരിഭവമൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു മുഖഭാവമാണ് അവിടെ കാണിക്കുന്നത്. പക്ഷേ കൂട്ടുകാരത്തി എന്താണ് നവ്യയോട് പറയുന്നതെന്ന് മാത്രം നമ്മളവിടെ കേൾപ്പിക്കുന്നില്ല. പക്ഷേ കൂട്ടുകാരത്തിയാണെങ്കിലും നല്ല കാര്യയോട് തന്നെയാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നവ്യ പറയാണ്, ശരിയടി, നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തോളാം, നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അവരോടൊക്കെ പെരുമാറിക്കോളാം, ഇനി അതിലൊരു വ്യത്യാസമില്ല, എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനുണ്ട് എന്നൊക്കെ നവ്യ പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പുറപ്പെടുകയാണ്. അപ്പോൾ കൂട്ടുകാരത്തി നല്ലൊരു രീതിയിൽ തന്നെയാണ് അവിടെ സംസാരിച്ചിരിക്കുന്നത് നവ്യയോട്. അങ്ങനെ നവ്യ ആദ്യം കയറി ചെന്നത് സ്വന്തം വീട്ടിലേക്കായിരുന്നു. അവിടെ ഗോവിന്ദനും അതേപോലെ തന്നെ നവ്യയുടെ അമ്മയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ നവ്യ ഓടി ചെന്നിട്ട്, നിങ്ങൾക്കൊക്കെ സമാധാനമായല്ലോ അല്ലേ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, എന്താ മോളെ, എന്താ പറ്റിയത്, നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ദേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവരെൻ്റെ അമ്മയാണോ? സത്യം പറ, നിങ്ങൾ എന്നെ പ്രസവിച്ചത് തന്നെയാണോ? ഏതായാലും നിങ്ങളുടെ മൂത്ത മകളാണല്ലോ ഞാൻ എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. പക്ഷേ എന്നെ കിട്ടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് പ്രസവിക്കാനുള്ള കഴിവില്ലായിരുന്നെങ്കിലോ? അതിനുശേഷം നിങ്ങളെന്നെ ദത്തെടുത്താണെങ്കിലോ? അങ്ങനെ ഒരു സംശയം എനിക്കുണ്ട്. ആഹാ, അത് കൊള്ളാലോ, നീ എന്താണ് ഇപ്പം ഇങ്ങനൊരു കാഴ്ചപ്പാടുമായിട്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, നിങ്ങളെൻ്റെ ജീവിതം ഓരോ ദിവസം കഴിയും തോറും തകർക്കാനായിട്ട് നോക്കല്ലേ. ഞാൻ നല്ല രീതിയിൽ ജീവിക്കുന്നത് നിങ്ങൾക്കിഷ്ടമല്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കിടന്ന് പെരുമാറിയത്. അപ്പോഴാണ് നന്ദു വരുന്നത്. ചേച്ചി, എന്തൊക്കെ ചേച്ചി പറയുന്നത്? നീ മിണ്ടരുത്, നിന്നെ എനിക്ക് കണ്ണിന് നേരെ കണ്ടൂടാ, നേരത്തെ മുതൽ നിന്നെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്നൊക്കെ നന്ദുവിൻ്റെ മുഖത്ത് നോക്കി തന്നെ പറയണം. പക്ഷേ അച്ഛാ, ഞാൻ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അച്ഛനെയാണ്. അച്ഛനോടാണ് ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അച്ഛനും കൂടി എൻ്റെ ജീവിതം തകർക്കാനായിട്ട് നോക്കണ്ടായിരുന്നു. നിങ്ങൾക്കാർക്കും എന്നെ ഇഷ്ടമല്ല, എൻ്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് ഇഷ്ടമല്ല. ഇവർക്കാണെങ്കിൽ ഇഷ്ടം രണ്ട് മക്കളെയാണ്, ഒന്ന് നയന, ഒന്ന് ദേ ഇവള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ അവിടെ കിടന്ന് പൊളിച്ചെടുക്കുകയാണ്. നവ്യയുടെ വർത്തമാനം കേട്ട് ഇങ്ങനെ അന്തിച്ച് നോക്കി നിൽക്കുകയാണ് അവരെല്ലാവരും. അപ്പോൾ നന്ദു ആണെങ്കിൽ, ചേച്ചി ഇങ്ങനെയൊന്നും പറയരുതട്ടാ, ചേച്ചിനെ ഇത്ര നേരം എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് ആദ്യം പിടിച്ചിട്ട് നിൽക്കുകയായിരുന്നു. അതേടി, ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചല്ലേ? പക്ഷേ അതൊന്നും നടക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് വല്ലാത്തൊരു ടെൻഷൻ കയറി അല്ലേ? അതിനു വേണ്ടിയല്ലേ, ഞാൻ എൻ്റെ ജീവൻ തകരാനും ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയല്ലേ ഇവരെന്നോട് ഇങ്ങനത്തെ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞത്? എൻ്റെ അഭിയെക്കുറിച്ച് അനാവശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് പറയുക. എൻ്റെ ചേച്ചി അത് പറഞ്ഞ അനാവശ്യ കാര്യങ്ങളല്ല, ചേച്ചിയുടെ ജീവിതം തകരരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് അഭിയെക്കുറിച്ചുള്ള സത്യങ്ങൾ മുഴുവനും പറഞ്ഞത്. നീ എന്നെ ചേച്ചിന്ന് വിളിക്കണ്ട, നിന്റെ ഭർത്താവിന് എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. നീ എൻ്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തിട്ട് പോയതല്ലേ? അപ്പം ഞാൻ നിന്നോട് കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞു. പക്ഷേ അതൊന്നും കേൾക്കാനായിട്ട് നീ തയ്യാറായില്ല. എന്നിട്ട് നീ ബാക്കിയുള്ളവരോടൊപ്പം കൂടെ നിന്നു. എൻ്റെ അഭിയെ നീ പിടിച്ച് പോലീസ് സ്റ്റേഷനിലാക്കി. നയന പറയുന്നതും ബാക്കിയുള്ളവർ പറയുന്നതായിരുന്നു നിനക്ക് വേദവാക്യം. എന്നിട്ട് നീ എൻ്റെ മുന്നിൽ കിടന്ന് കൂടുതൽ അഭ്യാസം കാണിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുക. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരാണെങ്കിൽ അന്തിച്ച് നോക്കി നിൽക്കുകയാണ്. പക്ഷേ ഇനി നടക്കില്ല, നിങ്ങൾ ഇനി ഒരടവുമായിട്ട് എൻ്റെ മുന്നിൽ വരരുത്. അറിയേണ്ട സത്യങ്ങൾ മുഴുവനും അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനി എൻ്റെ അഭിയെക്കുറിച്ചുള്ള അനാവശ്യ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കരുത്. നിങ്ങൾക്ക് ആദർശമോനാണല്ലോ വലുത്, എന്നാലും അവൻ ചെയ്ത തെറ്റ് എന്തിനാണ് എൻ്റെ അഭിയുടെ തലയിലേക്ക് ഇട്ടത്? നിങ്ങൾക്ക് എങ്ങനെ തോന്നി? നിങ്ങൾക്ക് നാണമില്ലേ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഈ നവ്യ കിടന്ന് ഭയങ്കര രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കനകമാണെങ്കിൽ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ദൈവമേ, ഇത്ര നേരം ഇവളോട് പറഞ്ഞൊക്കെ വെറുതെ ആയിപ്പോയി എന്ന് വരെ കനക അവിടെ ചിന്തിക്കുകയാണ്. ഇനി അവസാനമായിട്ടൊരു കാര്യം പറയാം, ഇന്നത്തോടെ ഞാൻ എല്ലാം അവസാനിപ്പിച്ചു. ഇനി നിങ്ങളായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, ഞാൻ ഇങ്ങോട്ട് വരത്തുമില്ല. അതേപോലെ തന്നെ എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. അഭി നല്ലവനോ ചീത്തവനോ ആയിക്കോട്ടെ, അതിൽ നിങ്ങൾ കയറി ഇടപെടാൻ നിൽക്കണ്ട. എനിക്ക് നിങ്ങൾ ആരുമല്ല, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞാനും ആരുമല്ല എന്നങ്ങോട്ട് കരുതിയാൽ മതി. മനസ്സിലായല്ലോ? ഇനി എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും പറഞ്ഞുകൊണ്ട് വരാൻ നിൽക്കരുത് നിങ്ങൾ രണ്ടുപേരും എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് പാടി ഇറങ്ങാണ്. അപ്പോഴേക്കും നന്ദു ആണെങ്കിൽ, ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അപ്പോൾ ഗോവിന്ദനാണെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും അവള്
കടുങ്കൈയൊന്നും ചെയ്തില്ലല്ലോ. ഇത്ര നേരം വരെ ആദ്യം പിടിച്ച് നിൽക്കുകയായിരുന്നില്ലേ? ആ ഒരു കാര്യത്തിൽ ആശ്വസിച്ചാൽ മാത്രം മതി. ഇനി അവൾ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ, അവളുടെ കാര്യത്തിൽ ഇടപെടാനായിട്ട് പോകണ്ടായെന്നേ. അവൾ ഇനിയിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വിശ്വസിക്കില്ലെന്ന് മനസ്സിലായില്ലേ? അവൾ അഭിയെ അന്ധമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൾ തള്ളിക്കളഞ്ഞത് എന്ന് കനകയോടും പറയണം. കനകത്തിന് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നി. അങ്ങനെ നവ്യ റോട്ടിൽ കൂടി ഇങ്ങനെ നടക്കാം. ആ സമയത്ത് ദാ വരുന്നു നമ്മുടെ നയനയും അതേപോലെ തന്നെ ആദർശും. അവരിങ്ങനെ കാറിലോട്ട് കയറാൻ പോകുന്ന സമയമായിരുന്നു. അപ്പോൾ നവ്യ ഇങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്, ഞാൻ ആരെയെ കാണാൻ ആഗ്രഹിച്ചോ അവർ തന്നെ മുന്നിൽ എന്നിങ്ങനെ മനസ്സ് ചിന്തിക്കണം. അതേ അവിടെ ഒന്ന് നിന്നേ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ വിളിക്കുക. നവ്യയെ കണ്ടപ്പോൾ ഇവരാണെങ്കിൽ ആകെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താ നോക്കുന്നത്? ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് വിചാരിച്ചോ? ഇല്ലെന്നേ, എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ നിങ്ങളൊക്കെ പാടിച്ച കള്ളിയും കളനാണെന്നൊക്കെ മനസ്സിലായി. എൻ്റെ ജീവിതം തകർത്തുകൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും നേടാമെന്ന് വിചാരിച്ചല്ലേ? പക്ഷേ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. എൻ്റെ അഭിയെ കുറ്റക്കാരനാക്കിയിട്ട് നീ നിൻ്റെ ഭർത്താവിനെ നല്ല പുള്ള ചമയാനായിട്ട് ശ്രമിച്ചു അല്ലേ? പക്ഷേ എൻ്റെ നയനെ, ഞാൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നയനയ്ക്കാണെങ്കിൽ ആകെ ദരിശം വരികയാണ്. നിൻ്റെ ഭർത്താവിന് നീ അങ്ങനെ ഒരുപാട് വെള്ളപൂശാനായിട്ട് നിൽക്കണ്ട. എൻ്റെ ഭർത്താവല്ല ചന്തുമോളുടെ അച്ഛൻ, നിന്റെ ഭർത്താവ് തന്നെയാണ് ചന്തുമോൾ അച്ഛൻ. ഇയാളെന്നിട്ട് എൻ്റെ ഭർത്താവിൻ്റെ നേരെ കുതിര കയറാൻ നോക്കിയല്ലേ? എല്ലാ തെറ്റുകളും അഭിയുടെ മേളിലൊക്കെ ആക്കാൻ നോക്കിയല്ലേ? എന്നിട്ട് ഇയാൾ നല്ല പുള്ളിയായിട്ട് ചമയാൻ നോക്കി. പക്ഷേ നടക്കില്ലത്. നയനെ, നീ കേട്ടോ, അധികം താമസിയാതെ ജ്വല്ലറി പുതിയൊരു ഷോറൂം പണിയാണ്. അവിടുത്തെ മാനേജറാണ് എൻ്റെ അഭി. അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നടക്കുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ നവ്യ അവിടെ പെരുവഴി കിടന്ന് ഇങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ചേച്ചിയോട് ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയാനില്ല. കാരണം ചേച്ചി ഇങ്ങനെ തിരിച്ചു വന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമാണ്. അതേടി, നിങ്ങൾക്ക് സന്തോഷമല്ല, ദുഃഖം. കാരണം അഭിയെ ഞാൻ ഇല്ലാതാക്കിയിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നൊക്കെ വിചാരിച്ചു. പിന്നെ ചന്തുമോളുടെ അച്ഛൻ അഭിയാണെന്ന് തന്നെ നിങ്ങൾക്ക് വരുത്തി തീർക്കാമല്ലോ. ഇത് കേട്ട നമ്മുടെ ആദർശാണെങ്കിൽ സന്തോഷം നവ്യെ, നീ അങ്ങനെ വിശ്വസിച്ചല്ലോ, ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. എനിക്കതിന് യാതൊരു പ്രശ്നവുമില്ല. അതേന്നേ, ചന്തുമോളുടെ അച്ഛൻ ഞാൻ തന്നെയാണ്, അമ്മ നയനയും ആണ്. അവർ ഞങ്ങളുടെ മക്കളാണ്. അയ്യടാ, അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ചന്തുമോളുടെ അച്ഛൻ നിങ്ങളാണ്, പക്ഷെ അമ്മ ഇവളല്ല. ഭർത്താവിന് വേണ്ടി എന്തും തോന്നിയാസത്തിനും കൂട്ടു നിൽക്കുന്ന ഭാര്യയാണ് ഇവള്. അത്രേ എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. നിങ്ങളുടെയൊക്കെ ജീവിതം ഒരു പാവപ്പെട്ട പെണ്ണിൻ്റെ ജീവിതമല്ലേ നിങ്ങൾ മുഴുവനും കൂടി ഒന്ന് തകർത്തത് എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ആദർശ് പറയാണ്, എന്ത് വേണമെങ്കിലും വിശ്വസിച്ചു നവ്യേ, ഞങ്ങൾ ഇത്രയും നേരം വരെ തീ തിന്നുകൊണ്ട് നിൽക്കുകയായിരുന്നു. നിനക്ക് എന്തെങ്കിലും സംഭവിക്കോ എന്ന് എന്നറിയാത്തത് കൊണ്ട്. കാരണം ഇപ്പോൾ വളരെ ആശ്വാസമായി നിന്നിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും. നീ ആത്മഹത്യ ചെയ്യില്ല എന്നിപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. എന്നെക്കാളും കൂടുതൽ ആദ്യം പഠിച്ചത് നിന്റെ ഈ അനിയത്തിയാണെന്നൊക്കെ പറയാണ്. അനിയത്തി, അയ്യോ, നിന്റെ വീട്ടിൽ പോയിട്ടാണ് ഞാൻ വരുന്നത്. നിന്റെ അച്ഛനമ്മയൊക്കെ കണ്ടു, അവരോട് പറയേണ്ട കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു. ചേച്ചി, അങ്ങനെയൊന്നും സംസാരിക്കട്ടെ ചേച്ചി, അത് ചേച്ചിയുടെ കൂടെ വീടാണ്. പിന്നെ എൻ്റെ അച്ഛനമ്മ എന്നിങ്ങനെ പറയരുത്. അവര് നമ്മുടെ അച്ഛനമ്മയാണെന്ന് പറയണം. എനിക്കുള്ള തുല്യ അവകാശം തന്നെ ചേച്ചിക്കുണ്ട്. വേണ്ടടി, എനിക്ക് ആ തുല്യാവകാശം വേണ്ടെന്നേ, ഞാനതങ്ങോട്ട് ഉപേക്ഷിച്ചിട്ടിരിക്കുകയാണെന്നും പറയാണ്. ചേച്ചി ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോഴും ചേച്ചി ശ്രദ്ധിക്കണം. അഭിയുടെ കൊടും ചതി ചേച്ചി തിരിച്ചറിയുന്ന ഒരു ദിവസം വരും ചേച്ചി. അതിന് ഞങ്ങളായിട്ടൊന്നും കൂടുതൽ പറയുന്നില്ല. ചേച്ചിയുടെ കൺമുന്നിൽ തന്നെ ചേച്ചി കാണും. അപ്പം ചേച്ചി വിശ്വസിച്ചാൽ മതി. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല, വാ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും വണ്ടി കയറി പോകുമ്പോഴും നമ്മുടെ നവ്യയുടെ മുഖം വല്ലാത്തൊരു പരിഭവത്തോടു കൂടി തന്നെ ഇവിടെ. കാരണം കൂട്ടുകാരത്തി പറഞ്ഞിട്ടാണ് ഇങ്ങനെയെല്ലാം അഭിനയിക്കുന്നതെന്ന് പോലും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇനി നവ്യ യഥാർത്ഥത്തിൽ സത്യം അറിഞ്ഞിട്ടുണ്ടോ, എന്നിട്ട് ഇവരുടെ മുന്നിൽ ഒന്നും അറിയാത്ത രീതിയിൽ അഭിനയിക്കുകയാണോ എന്നുപോലും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയും ദേവയാനിയും ജയനൊക്കെ കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ഇതുവരെ നവ്യ വന്നുമില്ലല്ലോ, എനിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നു. അപ്പോൾ മുത്തശ്ശനും പറയണം, അതെ, അവൾ എന്തെങ്കിലും കടും കൈ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് സഹിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് നവ്യ കയറി വരുന്നു. അപ്പോൾ നവ്യ കയറി വരുന്ന കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ദേവയാനി ആണെങ്കിൽ നവ്യ വരുന്നുണ്ടല്ലോ എന്ന് പറയാ. ഇനി എന്തൊക്കെയാണ് അവ സംഭവിക്കാനായിട്ട് പോകുന്നത്? അങ്ങനെ നവ്യ ഇവരുടെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുക.
ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താ എല്ലാവരും ഇങ്ങനെ നോക്കുന്നത്? ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് നിങ്ങളെല്ലാം വിചാരിച്ചല്ലേ? പക്ഷേ അതൊന്നും നടന്നില്ല അല്ലേ? ഞാൻ എന്തിനാ ആത്മഹത്യ ചെയ്യണം? എന്തിനു വേണ്ടി ആത്മഹത്യ ചെയ്യണം? ഒരു കാരണത്താലും എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് അതിനെ കൊണ്ട് കഴിയത്തുമില്ല. നിങ്ങളൊക്കെ വിചാരിച്ചു ഞാനങ്ങോട്ട് എല്ലാം തീർത്തിട്ട് പോകുമെന്ന്. പക്ഷേ നിങ്ങളും എന്നോട് ചെയ്തത് വളരെയേറെ ക്രൂരമായ കാര്യമായി പോയി. അതൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് മാറില്ല മുത്തശ്ശ. മുത്തച്ഛനെ കുറിച്ച് എനിക്ക് ഒരുപാട് അഭിമാനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. കാരണം ആദർശ് മോനൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും അവനെ പുറത്താക്കുകയും അവൻ ഈ കുടുംബത്തോട് ചതിയെന്നറിഞ്ഞപ്പോഴേക്കും അവൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കി മറ്റേ നമ്മുടെ മൂർത്തീസ് കമ്പനിയിലെ MD സ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും മുത്തച്ഛനോട് എനിക്ക് ഭയങ്കര ബഹുമാനം കൂടി. പക്ഷേ ഈ ഒരു നിമിഷം കൊണ്ട് എനിക്ക് എല്ലാം ഇല്ലാതായി മുത്തശ്ശ. കാരണം മുത്തശ്ശനും ഈ തെറ്റുകൾക്കൊക്കെ കൂടെ നിർത്തുകയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് തന്നെയാണ് ഞാനും വരുന്നത്. അവരോട് 2 വർത്തമാനങ്ങളെല്ലാം ഞാൻ സംസാരിച്ചു. കാരണം എനിക്ക് സംശയം ഉണ്ടായിരുന്നു അവരെ എന്നെ ദത്തെടുത്താണെന്ന്. അതേപോലെ തന്നെ ഇവിടെ ഒരു സംശയമുണ്ട്. അത് സംശയമല്ലല്ലോ അല്ലേ, യാഥാർത്ഥ്യമല്ലേ? കാരണം ഈ അഭിയുടെ അമ്മയെ നിങ്ങൾ സഹതാപം തോന്നി ദത്തെടുത്തല്ലേ? അപ്പോൾ ആ ദത്തുപുത്രിയുടെ മകൻ്റെ ഭാര്യയാണ് ഞാൻ. അപ്പോൾ എന്നോടും ആ രീതിയിലുള്ള പരിഗണനയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുള്ളൂ. ഞാൻ ഈ പറയുന്ന രീതിയിൽ എന്നെ ഇവിടെ പുറത്താക്കിയെന്ന് വിചാരിച്ച് എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കും മുത്തശ്ശ. നിങ്ങൾ ആദർശ് മോൻ തെറ്റ് ചെയ്തിട്ട് അഭിയുടെ തലയിലേക്ക് അത് വെക്കാൻ നോക്കി അല്ലേ? അത് വല്ലാത്തൊരു ക്രൂരത തന്നെയാണ് മുത്തശ്ശ. ഇത് കേട്ട് നമ്മുടെ ദേവയാനയാണെങ്കിൽ നവ്യേ എന്തൊക്കെയാ നവ്യെ പറയുന്നത്? അമ്മായി വായടക്കം അമ്മായി. ഞാൻ മുത്തശ്ശനോടല്ലേ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കട്ടേന്നേ. പക്ഷെ മുത്തശ്ശ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. അഭിയുടെ തലയിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെക്കാം. കാരണം അവൻ ദത്തുപുത്രിയുടെ മകനാണല്ലേ. ഈ കുടുംബത്തിനോട് യാതൊരു അവകാശമില്ലല്ലോ. അതുകൊണ്ട് എന്ത് തോന്നിയാസം വേണമെങ്കിലും പറഞ്ഞൊപ്പിക്കാലോ. പക്ഷേ ഇതൊക്കെ സഹിക്കുന്നതിലും അപ്പുറം തന്നെയാ മുത്തശ്ശ. മുത്തശ്ശൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു കാര്യം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അഭിയെ ഞാൻ അവിശ്വസിക്കാനായിട്ട് പോകുന്നില്ല. നിങ്ങൾ കൂടുതൽ എന്നോട് പറയാനായിട്ട് നിൽക്കണ്ട. എല്ലാം തെളിവ് സഹിതം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾ ജീവിച്ചോട്ടേന്നേ. നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കയറി ഇടപെടുന്നത്? എനിക്ക് എൻ്റെ ഭർത്താവിനെ പൂർണ്ണ വിശ്വാസമാണ്. അവൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ അവൻ ആ എല്ലാ തെറ്റുകളിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് മുത്തശ്ശ. അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങളുടെ ജീവിതം തകർക്കാനായിട്ട് വരരുത്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ച് മുന്നോട്ട് പൊയ്ക്കോട്ടെ മുത്തശ്ശ. മുത്തശ്ശനെ എല്ലാവരോടും ബഹുമാനിക്കുകയാണ്. ആ മുത്തശ്ശൻ്റെ മുന്നിൽ വെച്ചാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇതിൻ്റെ പേരിൽ മുത്തശ്ശൻ എന്ത് തീരുമാനങ്ങൾ വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തിരിച്ചെടുക്കാനായിട്ട് ഞാൻ തയ്യാറല്ല. പറയേണ്ട കാര്യങ്ങൾ എവിടെ വെച്ചാണെങ്കിലും എനിക്ക് പറയണം എന്നും പറഞ്ഞുകൊണ്ട് ഈ നവ്യ അവിടെ നിന്ന് പോവുകയാണ്. അപ്പം നവ്യ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ഇങ്ങനെ ചോദിക്കണത്, എന്താ ഈ നവ്യക്ക് ഇത് എന്ത് പറ്റി? ഇവളെന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നത്? ഇത് കേട്ട മുത്തശ്ശനാണെങ്കിൽ അവള് മനസ്സിൽ എന്തോ കരുതി കൂടി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് നിസ്സാര പറച്ചിലല്ല. അവളുടെ മനസ്സിൽ എന്തോ അടങ്ങാത്തൊരു കാര്യമുണ്ട്. അത് അധികം താമസിയാതെ പുറത്തു വരും. നവ്യ ഉടനെ തന്നെ സത്യങ്ങൾ അറിയാനായിട്ട് പോകുന്നു. ഇനി അതിൻ്റെ സൂചനകളാണ് ഈ കാണിക്കുന്നത്. അവൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നമുക്ക് നിശബ്ദതയായിട്ട് ഇരുന്നാൽ മാത്രം മതി. ഇത്ര നേരം വരെ നമ്മൾ ആദ്യം പിടിച്ചിരിക്കുകയായിരുന്നില്ലേ? അതിനെല്ലാം പരിഹാരമായിട്ടല്ല ഇപ്പോൾ അവൾ തിരിച്ചു വന്നത്. അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. കൂടുതലൊന്നും അവളുടെ പിന്നാലെ പോകാൻ നിൽക്കണ്ട എന്നിങ്ങനെ മുത്തശ്ശനും പറയുകയാണ്. അങ്ങനെ അഭിയെ കാണിക്കുകയാണ്. ആ റൂമിലേക്ക് നവ്യ കയറി വരികയാണ്. നവ്യ അവിടെ വന്നപ്പോൾ ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. നവ്യയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അഭി പേടിച്ച് ചാടി എണീക്കുകയാണ്. അപ്പോൾ നവ്യ പറയാണ്, എന്താ അഭി നീ എന്തിങ്ങനെ പേടിച്ച് നിൽക്കുന്നത്? ഒന്നുമില്ല. അതെ, ജ്വല്ലറിയിലെ മാനേജറായിട്ട് നീ പോവല്ലേ? ആ സമയത്ത് നിനക്ക് കൊടുക്കാനായിട്ട് നല്ലൊരു ഷർട്ട് മേടിച്ചിട്ടാണ് ഞാൻ വന്നത്. ഈ ഷർട്ട് നോക്കിക്കണ്ട് എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ നമ്മുടെ അഭി ആ ഒരു പാക്കറ്റ് മേടിക്കുകയാണ്. പക്ഷെ അത് തുറക്കാൻ പേടി. നിന്റെ കൈ എന്താടാ വിറയ്ക്കുന്നത്? അപ്പോൾ അഭി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, എൻ്റെ ദൈവമേ, ഇവളിതിപ്പോൾ എന്നെ കൊല്ലാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളിൽ വല്ല ബോംബും വെച്ചതായിരിക്കോ? പേടിച്ചിട്ട് ഒരു രക്ഷയില്ലല്ലോ എൻ്റെ ദൈവമേ. എന്താടാ? എടാ നീ തുറക്കടാ, ആ ഒരു ഡ്രസ്സ് തുറക്കുക. അപ്പോൾ തുറന്നു കഴിഞ്ഞപ്പോഴും ശരിയാണ്, അതിൻ്റെ ഉള്ളിൽ നല്ലൊരു ഷർട്ടായിരുന്നു. അപ്പോൾ അഭിക്ക് ഇങ്ങനെ സന്തോഷം തോന്നുകയാണ്. എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ നീ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത്? എന്താ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് വിചാരിച്ചോ?
ഞാൻ തിരിച്ചു വരില്ലെന്ന് ഞാൻ വിചാരിച്ചോ? പറയടാ, ഞാൻ തിരിച്ചു വരില്ലെന്ന് വിചാരിച്ചോ? അത് പിന്നെ അങ്ങനൊരു പേടിയുണ്ടായിരുന്നു. ഞങ്ങൾ മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നീ തിരിച്ചു വരണേ എന്ന് പറഞ്ഞുകൊണ്ട്. എടാ, ഞാനിപ്പോൾ തിരിച്ചു വന്നില്ലേ? എടാ, ഞാനെന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? എൻ്റെ കാര്യമില്ലല്ലോ. എനിക്കിപ്പോൾ എൻ്റെ ഭർത്താവിനോട് തീരാത്ത സ്നേഹമാണ്. അതുകൊണ്ട് നിന്നെ പണ്ടത്തിനേക്കാളും കൂടുതൽ സ്നേഹിക്കാൻ പോവാ ഞാൻ. നീയേ ഒരു തരികിടയാണെന്നൊക്കെ എനിക്കറിയാം. കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷവും നീ തരികിടയാണ്. പക്ഷേ നമ്മുടെ കുഞ്ഞ് ജനിക്കാൻ പോകുന്നെന്ന് അറിഞ്ഞപ്പോഴേക്കും നിന്റെ ആ തരികിട സ്വഭാവങ്ങളെല്ലാം നീ മാറ്റി. നീ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് നിന്നെ വിശ്വാസമാണ്, നിന്നോട് ഒരുപാട് സ്നേഹമാണ് എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അഭിയെ കെട്ടിപ്പിടിക്കുകയാണ്. അഭിക്ക് അപ്പോഴാണ് ഒരു ആശ്വാസം തോന്നിയത്. അങ്ങനെ അഭിയുടെ മുഖഭാവം ആകെ ഒന്ന് മാറുകയാണ്. പക്ഷേ നവ്യയുടെ എക്സ്പ്രഷൻ നടന്ന് കാണിക്കുന്ന പോലുമില്ല. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂയുടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു തന്നെ. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ.